കപ്പലപകടത്തിൽ പരിക്കേറ്റവരുമായി INS സൂറത്ത് മംഗലാപുരം പോർട്ടിലേക്കാണ് എത്താൻ പോകുന്നത്. പരിക്കേറ്റ 18 പേരുമായാണ് കപ്പൽ മംഗലാപുരത്തേക്ക് എത്താൻ പോകുന്നത്. 22 പേരുള്ള ജീവനക്കാരിൽ 18 പേരാണ് രക്ഷപ്പെട്ടത്. അവരിൽ പരിക്കേറ്റ പൊള്ളലേറ്റ ആളുകളുടെ നില അല്പം 1-2 പേരുടെ ഗുരുതരമായി നേരത്തെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ തന്നെ കപ്പലിൽ വെച്ച് തന്നെ നേരത്തെ പ്രാഥമികമായിട്ടുള്ള ചികിത്സ നൽകിയിരുന്നു. ഇനി വിദഗ്ധ ചികിത്സയ്ക്കാണ് അവരെ മംഗലാപുരത്തേക്ക് ഏറ്റവും അടുത്ത അനുയോജ്യമായ ഒരു തീരത്തേക്ക് എത്തിക്കുന്നു എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ മംഗലാപുരത്തേക്ക് അല്പസമയത്തിനകം തന്നെ എത്തിക്കും. പരിക്കേറ്റ 18 പേരാണ് ഈ സംഘത്തിൽ ഉള്ളത്. 4 പേരെ കാണാതായിട്ടുണ്ട്. അവരും ഓടി രക്ഷപ്പെട്ടു. അവരെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ്. ഇനി പരിക്കേറ്റവർക്ക് പൊള്ളലേറ്റവർക്ക് വിദഗ്ധ ചികിത്സ നൽകും. പ്രാഥമികമായിട്ടുള്ള അടിയന്തര ചികിത്സ നേരത്തെ ഈ പോർട്ടിൽ ഈ INS സൂറത്തിൽ വെച്ച് തന്നെ നൽകിയിരുന്നു. ബിനിൽ ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ബിനിൽ, മംഗലാപുരത്തേക്കാണ് എത്തിക്കാൻ പോകുന്നതെന്ന വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ടോ? എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ ഇപ്പോൾ സജ്ജമാക്കിയിട്ടുണ്ടോ? പ്രതീക്ഷ, കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ 18 പേരുമായി INS സൂറത്ത് നേരെ മംഗലാപുരം പോർട്ടിലേക്കാണ് എത്തുന്നത്. അത് ഔദ്യോഗികമായി തന്നെ നാവികസേന സ്ഥിരീകരിച്ചിരിക്കുന്നു. കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തു നിന്നുള്ള സ്ഥിരീകരണവും വന്നിരിക്കുന്നു. 18 കപ്പൽ ജീവനക്കാരുമായി മംഗലാപുരം പോർട്ടിലേക്കാണ് INS സൂറത്ത് പുറപ്പെട്ടിരിക്കുന്നത്. മണിക്കൂറുകൾക്കകം തന്നെ അങ്ങോട്ടേക്ക് എത്തിച്ചേരും. അവിടെ ഈ കൊണ്ടുവരുന്നവർക്ക് അത്യാവശ്യമായിട്ടുള്ള ചികിത്സകൾ, അടിയന്തര ചികിത്സകൾ ആവശ്യമുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. അത് ജില്ലാ ഭരണകൂടമാണ് ആ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു വസ്തുത എന്നത് ആ കപ്പലിനടുത്തേക്ക് പോലും കോസ്റ്റ് ഗാർഡിനോ നാവികസേനയ്ക്കോ എത്താൻ കഴിയുന്നില്ല എന്നതാണ്. അതിലെ കണ്ടെയ്നറുകൾ ഓരോന്നായി പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ തീഗോളമായി ആ കപ്പൽ മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം എന്നത് വളരെ വലിയ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ അടുത്തേക്ക് പോലും എത്താൻ കഴിയുന്നില്ല എന്നതാണ് നാവികസേനയും കോസ്റ്റ് ഗാർഡും ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതായത് നേരത്തെ തന്നെ ഈ കോസ്റ്റ് ഗാർഡും അവിടേക്ക് എത്തുന്ന ദൗത്യസേനയൊക്കെ പ്രതീക്ഷിച്ചത് തന്നെയല്ലേ ഇത്? കാരണം ദ്രാവക രൂപത്തിലുള്ള പെട്ടെന്ന് തീപിടിക്കാനുള്ള സ്ഫോടനശേഷിയുള്ള നേരത്തെ ഉണ്ടായിരുന്ന സ്ഫോടനത്തിനപ്പുറത്തേക്ക് അത് വ്യാപിക്കാനുള്ള സാധ്യതയ്ക്ക് അവർ മുന്നിൽ കണ്ടിരിക്കണമല്ലേ ബിനിൽ? തീർച്ചയായും. കാരണം ഈ കപ്പലിനുള്ളിൽ ഉള്ളത് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാൻ കഴിയുന്ന ഹൈലി ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് എന്നത് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദ്യ സ്ഫോടനമുണ്ടായി. രാവിലെ 9:30 ഈ വിവരം കിട്ടിയപ്പോൾ തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും ഒക്കെ തന്നെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ വലിയ ദുഷ്കരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ആ കണ്ടെയ്നറുകൾ തീപിടിച്ച് വലിയ ശബ്ദത്തോടുകൂടി തെറിക്കുന്നു. അതോടൊപ്പം തന്നെ കറുത്ത പുകയാണ് ആ കപ്പലിൽ നിന്ന് പുറത്തേക്ക് ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ആ കപ്പലിനെ രക്ഷിച്ചെടുക്കുക എന്നത് നമുക്ക് കഴിയുന്ന ഒരു കാര്യമല്ല എന്നത് തന്നെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ വിശദീകരിക്കുന്നത്. എന്തായാലും